രാകേഷ്, ഈ പാകിസ്ഥാൻ ഈ വിഷയം പ്രധാനമന്ത്രി പറയുമ്പോൾ എടുത്തു പറയുന്നത് ദില്ലിയിൽ നടക്കുന്ന നിർണായക ചില കൂടിക്കാഴ്ചകളെ സംബന്ധിച്ചുകൊണ്ടുകൂടിയാണ്. ഇന്നലെ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് തിരിച്ചടിക്കാൻ എന്ന് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നേതാവ് RSS മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതെല്ലാം എടുത്തു പറയുന്നുണ്ട് പാക് മന്ത്രി. അതായത് കൃത്യമായ രീതിയിൽ ഒരു യുദ്ധസന്നാഹത്തിലേക്ക് പോകുന്നു ഇന്ത്യ എന്നുള്ള സൂചനകൾ ഈ കൂടിക്കാഴ്ചകൾ നൽകുന്നുണ്ടെന്ന് ഇന്ത്യക്കകത്തു നിന്നും വിലയിരുത്തലുണ്ടോ? അവരുടെ സൈനിക നടപടി ഉറപ്പാണ്. അതെന്ന് എപ്പോൾ എവിടെ വെച്ച് എന്ന കാര്യത്തിൽ മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. കാരണം ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നതോടുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരും. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് നടക്കുമ്പോൾ തന്നെ ഒരു സൈനിക നടപടി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സ്വാഭാവികമായും ഈ തന്നെ ഇതുവരെ കൈക്കൊണ്ടിരുന്ന നടപടികളൊക്കെ തന്നെ വിശദീകരിക്കും. മാത്രവുമല്ല സേനകളുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലൊക്കെ തന്നെ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നാവികസേനയുടെ ട്വീറ്റ് നടപടി അല്ലെങ്കിൽ ദൗത്യം ആസന്നമായിരിക്കുന്നു എന്നാണ് അവർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. യുദ്ധക്കപ്പലുകളുടെ ഫോട്ടോ അടക്കം ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും, എവിടെ വെച്ചായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലെ വ്യക്തതയുള്ളൂ. പ്രത്യേകിച്ച് പുൽവാമ ആക്രമണത്തിന് ശേഷമൊക്കെ പാക് അധീന കശ്മീരിലാണ് സൈന്യം ആക്രമണം നടത്തിയത്. കാരണം പാക് അധീന കശ്മീരാണ് പൊതുവെ ഈ ഭീകരരുടെ ഏറ്റവും വലിയ ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. അവിടെ അന്ന് ഭീകര താവളങ്ങളൊക്കെ തകർക്കുന്ന നടപടിയാണ് സൈന്യത്തിന്റെ ഭാഗത്ത്